ഇനി മേലാൾക്ക് ഞാനുണ്ടെന്നുള്ള വർത്താനം പറഞ്ഞു പോരുത്. നിങ്ങൾ എങ്ങോട്ടാ പോണത്? ഞാനും പറിച്ചങ്ങളെ കൂടെ ഉമ്മ ഇപ്പൊ മാറ്റിട്ട് വരാടാ. ഇനി മേലാൾക്ക് ഞാനുണ്ടെന്നുള്ള വർത്താനം പറഞ്ഞു പോരുത്. കഴിഞ്ഞ പോക്കിനെ നിങ്ങളെ കൊണ്ടുപോയിട്ട് എന്താ ഉണ്ടായി അവിടെ? അതോടെ നിർത്തിവെച്ച് നിങ്ങൾ ഇനി ഒരു ബൈക്കും വരണ്ടേ. തന്നെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ല ഉമ്മാനെ കൊണ്ട്. ഇങ്ങനെ ഒരാൾ ഇവിടെ വീട്ടിലുണ്ട് എന്ന് മറച്ചു വെച്ചിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോണത്. ഈ കാര്യമെങ്കിലും ഒന്ന് ശരിയാവട്ടെ. ഉമ്മാടെ കുട്ടികൾക്ക് ഉമ്മാനെ കൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവൂലട്ടാ. കുട്ടികളെ പോയിക്കോളെ, ഞാൻ വരുന്നില്ല. ഞാൻ ഇവിടെ എവിടെയെങ്കിലും നിന്നോളടാ. പോയിക്കോ. കെട്ടുപ്രായം കഴിഞ്ഞ് നിൽക്കുന്ന ഒരു മോളും കൂടി ഇവിടെ ഉണ്ട്. നിങ്ങൾ ആലോചിച്ചോ? ഇന്റെ ഈ കാര്യം കഴിഞ്ഞിട്ട് വേണം ഓളെ ഇറക്കാൻ വിടുന്നത്. അത് നിങ്ങൾ ആലോചിച്ചോ? മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാതെ അടങ്ങി ഒതുങ്ങി ഇവിടെ നിന്നോളി. നിങ്ങൾ ഈ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഒന്നും ഇടപെടണ്ട. നിങ്ങൾ സ്വസ്ഥമായിട്ട് ഇവിടെ നിന്നോളി. ഏടി ഉമ്മാക്കുള്ള ഭക്ഷണം വേഗം കൊടുന്ന് വെച്ചു കൊടുക്കും. നിങ്ങൾ എന്നോടൊന്നും വിചാരിക്കരുത്. സാഹചര്യം അങ്ങനെ ആയി പോയതുകൊണ്ടാ. ഭക്ഷണം കൊടുത്ത് വെച്ചിക്കണേ. പിന്നെ അയൽവാസികളെ കൊണ്ട് പറയിപ്പിക്കണ്ട. അടങ്ങി ഒതുങ്ങി ഇരുന്നിട്ട് ഈ ഭക്ഷണം ഇരുന്ന് കഴിച്ചോളി. ഞങ്ങളിപ്പോ വേഗം വരും പോയിട്ടാ. നിങ്ങൾ എന്നോടൊന്നും വിചാരിക്കരുത്. സാഹചര്യം അങ്ങനെ ആയി പോയതുകൊണ്ടാ. വേഗം എന്നാലും മോനെ എന്തിനാണ് ഇപ്പൊ അങ്ങനെ പറഞ്ഞത്? സ്വന്തം ഇഷ്ടങ്ങൾക്ക് വേണ്ടി മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തെ, സന്തോഷത്തെ, സ്വപ്നങ്ങളെ അറിഞ്ഞുകൊണ്ടില്ലാതാക്കുന്നതാണ് ആളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരത.